ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്യുതനും അനന്തനും കൂടെ പ്ലാൻ ചെയ്യാനാട്ടോ. ബാങ്കിൽ ലോണിന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ 5 കോടി കിട്ടണമായിരുന്നു, 4 കോടി മാത്രമേ കൊടുക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ 1 കോടിക്ക് ഇനി എന്ത് ചെയ്യും? അപ്പോൾ അച്യുതൻ തന്നെ പറയാ, ഏട്ടാ എൻ്റെ ഏട്ടൻ്റെ പേരിലല്ലേ ഈ വീട്, നമുക്ക് ഈട് വയ്ക്കാം, അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. അമ്മ എന്താ ഒന്നും മിണ്ടാത്ത? അമ്മേ, നമ്മുടെ വീടിൻ്റെ പ്രമാണവും മറ്റതൊക്കെ ലോക്കറിൽ ഇരിക്കുമല്ലേ, അമ്മയുടെ കയ്യിലല്ലേ അതിൻ്റെ എല്ലാ കാര്യങ്ങളും, അമ്മ അതൊന്ന് എടുത്തു തരണമെന്ന് പറയുമ്പോൾ അമ്മ വല്ലാതെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ അനന്തൻ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, അമ്മയ്ക്കൊരു താല്പര്യം ഇല്ലാത്ത പോലെ, ഈട് വയ്ക്കേണ്ടെന്നാണോ? അങ്ങനെയൊന്നുമില്ല, വയ്ക്കണമെങ്കിൽ വയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഉടനെ ആവശ്യമില്ലല്ലോ, സമയമാകുമ്പം പോരെ. ആ എന്തായാലും വയ്ക്കുന്നതൊക്കെ കൊള്ളാം, വീടാണെന്നുള്ള കാര്യം ഓർത്തോളണം എന്ന് അമ്മ പറയുമ്പോൾ അച്യുതനും അനന്തനും കൂടെ പറയുന്നുണ്ട്. അമ്മ അതാലോചിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്കിപ്പോൾ ബിസിനസ് കുറച്ച് മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ ആദ്യം തന്നെ നമ്മൾ ഈ പ്രമാണവും കാര്യങ്ങളും ലോൺ അടിച്ചങ്ങ് തീർക്കും. അതാണ് നമ്മുടെ ഉദ്ദേശം. അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തും ചെയ്യുള്ളൂ. അതുകൊണ്ട് അമ്മ പേടിക്കണ്ടെന്ന് പറയാട്ടോ. പക്ഷേ നമ്മുടെ അമ്മയ്ക്ക് ഒരു മനസമാധാനവും ഇല്ല. നേരെ അമ്മയുടെ ഭർത്താവിൻ്റെ മരിച്ചു പോയ ഫോട്ടോയുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാണ്. എന്നിട്ട് സങ്കടപ്പെടുന്നുമുണ്ട്. ഇത് കേട്ടിട്ട് രാജശ്രീ അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ചോദിക്കുക, അമ്മ എന്താ ഇവിടെ നിൽക്കുന്നത്? അച്ഛനോട് എന്താ കാര്യങ്ങൾ പറയുന്നത്? അല്ല, ഒന്നുമില്ല, എനിക്ക് സങ്കടങ്ങൾ വന്നാൽ ഞാൻ ഈ ഫോട്ടോയുടെ മുന്നിൽ വന്ന് കാര്യങ്ങൾ പറയുകയും സങ്കടപ്പെടുകയൊക്കെ ചെയ്യുന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ രാജശ്രീ, പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ ചോദിക്കുന്നത്? അല്ല അമ്മേ, പിന്നെ ആ ഒരു ലോക്കറിൻ്റെ താക്കോല് അമ്മയുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്, അമ്മയ്ക്ക് അത് എടുത്തു തരാൻ വയ്യാന്നുണ്ടെങ്കിൽ ഞാൻ പോയി എടുത്തോളാം, അമ്മ അതിന് താ എന്ന് പറയുമ്പോൾ അത് വേണ്ട, ഞാൻ തന്നെ എടുത്ത് തന്നോക്കാന്ന് പറയുമ്പോൾ അതെന്താ അമ്മേ, എന്നെ വിശ്വാസം ഇല്ലേ? അമ്മയ്ക്ക് വിശ്വാസക്കുറവ് എന്തെങ്കിലും ഉണ്ടോ മക്കൾക്ക് തരുന്നതിൽ? എനിക്കെന്ത് വിശ്വാസമോടെ ഇല്ലാത്തടി, അല്ലെങ്കിലും എൻ്റെ കാലം കഴിഞ്ഞാൽ ഇതെല്ലാം എൻ്റെ മക്കൾക്ക് നിങ്ങൾക്കൊക്കെ ഉള്ളത് തന്നെയല്ലേ. അതുകൊണ്ട് എനിക്ക് വിശ്വാസത്തിൻ്റെ കേടൊന്നുമില്ല. എന്നാലും ഞാൻ തന്നെ എടുത്തു തരാം, നിങ്ങൾ സമയമാവട്ടെ എടുത്തു തരാം. അതോ ഇനി നമ്മൾ പോയി എടുത്താൽ ചില കാര്യങ്ങളെങ്ങാനും അറിയുമോ? നമുക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്ന ചില പ്രമാണത്തിൽ ഇനി ഗോമതിക്ക് വേണ്ടി വല്ല പൊടിയോ കൂടെ ചേർത്ത് അതിനകത്തൂടെ എഴുതി വെച്ചിട്ടുണ്ടോ? അത് നമ്മൾ കാണും എന്നുള്ളത് കൊണ്ടാണോ ലോക്കറിൽ നിന്ന് സാധനം എടുക്കാനായിട്ട് നമ്മളൊന്നും വരണ്ടെന്ന് പറയണത്? അതൊന്നുമല്ല, നീ പോ എന്ന് പറയുമ്പോൾ രാജശ്രീക്ക് ചെറിയ സംശയമൊക്കെ വരികയാണ് കേട്ടോ. രാജശ്രീ അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ അന്ന് രാത്രിയാകുമ്പോൾ ആര്യൻ നേരെ ജോലിയും കഴിഞ്ഞ് കടയിലേക്ക് പോവുക, ഗോമതി സ്റ്റോർ അടച്ചിട്ട് ബാലനും വീട്ടിൽ പോകാൻ ഇറങ്ങാട്ടോ. അപ്പോഴാണ് ആര്യം വന്ന് പറയണത്, അച്ഛാ ഒരു സെക്കൻഡ് ഒന്ന് വരാവോ, എനിക്ക് അച്ഛനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്ത് കാര്യമുള്ള നിനക്ക് സംസാരിക്കാനുള്ളത്? വീട്ടിലേക്കല്ലേ പോകുന്നത്? അതല്ല, അച്ഛൻ ഇവിടെ നിന്ന് കേൾക്കാനുള്ള കാര്യമാണ്, വീട്ടിൽ വെച്ച് പറയാനുള്ളതല്ല എന്നും പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് പറയാം. അച്ഛൻ ഈ ചെയ്തത് ശരിയാണോ? എന്ത് ശരിയാണോന്ന്? മിത്രയുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവളെ ഇങ്ങനെ വേദനിപ്പിക്കരുത് അച്ഛാ, അവളോട് ഇത് ചെയ്തത് ശരിയായില്ലെന്ന് പറയുമ്പോൾ എന്താടെ കുഴപ്പം? ഞാൻ അവളെ വേദനിപ്പിച്ചില്ല, പക്ഷേ എൻ്റെ വീട്ടിൽ വെച്ച് ഒരു കാര്യം എനിക്ക് ഇഷ്ടമില്ലാത്ത ചെയ്യുമ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. പക്ഷേ അച്ഛൻ ഇപ്പം ചെയ്യുന്നത് എന്നോടുള്ള വാശിക്കും ദേഷ്യത്തിനും വിരോധത്തിനും ഒക്കെ അത് മിത്രയോട് കാണിക്കരുത്. മിത്ര എത്രയൊക്കെ ആയാലും എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഇതായിക്കോട്ടെ എന്നും പറഞ്ഞാണ് അവൾ ആഗ്രഹത്തിന് വേണ്ടി ഇറങ്ങിയത്. ആ ആഗ്രഹം അച്ഛൻ തല്ലിക്കെടുത്തി കളഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ ഉടനെ ബാലൻ പറയാ, അതെ, പഠിച്ച് നല്ല ജോലിയൊക്കെ ചെയ്ത് നല്ല രീതിയിലാവാതെ 4 പിള്ളേർക്ക് അക്ഷരം പറഞ്ഞു കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നിന്നെ എന്ത് സഹായിക്കാനാടാ, എങ്ങനെ സഹായിക്കാനാണ് എന്ന് വിചാരിച്ച് വെച്ചിരിക്കുന്നത്? അതാണ് അച്ഛൻ അറിഞ്ഞുകൂടാത്തുണ്ടാ അവൾ എന്നെ സഹായിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി തന്നെയാണ് ഇറങ്ങിയത്. ഞാനും നിന്നെ ഇതുപോലെ ആഗ്രഹിച്ചിരുന്നു, പഠിച്ച് മിടുക്കനായ ഒരു IAS കാരനാവണമെന്നൊക്കെ. എന്നിട്ട് അതെല്ലാം തട്ടിത്തെറിപ്പിച്ച് ഒരു പെണ്ണിനെയും വിളിച്ചുകൊണ്ട് വന്നു. ഇപ്പോഴേ വല്ലവർക്കും ഫുഡ് കൊണ്ടു കൊടുക്കണം ജോലിയിലങ്ങ് ഇറങ്ങുന്നു. എന്നിട്ടോ കഷ്ടം, ഭാര്യ വളർത്താൻ വേണ്ടിയിട്ടുള്ള കഷ്ടത്തിന് വേണ്ടിയിട്ട് അവളും ഇപ്പോഴേ ട്യൂഷൻ എന്നും പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുന്നു. നീ എന്നോട് കൂടുതൽ സംസാരിക്കില്ലേ ആര്യാന്ന് പറയാം. അപ്പോൾ ആര്യം പറഞ്ഞാൽ ഏത് ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മാന്യതയുണ്ട്, അത് കണ്ടിട്ട് വേണം സംസാരിക്കാം. ആഹാ, അത് പറയാനുള്ള യോഗ്യത നിനക്കില്ലടാ. കഷ്ടപ്പാടും ഒന്നുമില്ലാതെയും സപ്പോർട്ട് ചെയ്യാൻ ആളില്ലാതെയും ജീവിക്കുന്ന അങ്ങനെയുള്ളവരാണ് പറഞ്ഞെങ്കിൽ അതിന് ഞാൻ ന്യായം പറയാം. പക്ഷേ എല്ലാം ഉണ്ടായിട്ടും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും നീ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചെങ്കിൽ അത് നിൻ്റെ അഹങ്കാരം കൊണ്ടാണ്. പിന്നെ ഇപ്പോൾ നിൻ്റെ ഈ ഒരു കാര്യം പറയുമ്പോഴേ നിന്നെ മുഖത്തിന് എനിക്ക് ആട്ടി തുപ്പാനാണ് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ ബാലൻ. അപ്പോൾ തന്നെ ഉടനെ ആര്യം പറയുന്നുണ്ട്, സാരയില്ല, അച്ഛൻ ആട്ടി തുപ്പിക്കോ, ഞാൻ കണ്ടോണ്ടും കേട്ടോണ്ടും നിൽക്കും. പക്ഷേ മിത്ര അവളോട് അച്ഛൻ കാണിക്കരുത്. അറിയാലോ, എന്നോടുള്ള ശത്രുത അച്ഛൻ എന്നോട് മാത്രം മതി, അവളോട് കാണിക്കരുത്. ഇനി അവളോട് ഇതുപോലെ ശത്രുത പോലത്തെ രീതിയിൽ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അന്നത്തെ പോലെ ഇവിടുന്ന് ഇറങ്ങിപ്പോയി എന്ന് വരും. അപ്പോൾ ഇനി ഒരിക്കൽ കൂടി ഞാൻ ഇറങ്ങിപ്പോയാൽ പിന്നീട് മരിച്ചാൽ കൂടി ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല എന്നും പറഞ്ഞിട്ട് ആര്യം പോകുമ്പോൾ എടാ എന്ന് വിളിക്കാൻ കേട്ടോ. പക്ഷേ ബാലനെ മൈൻഡ് ചെയ്ത ആര്യൻ അങ്ങ് പോവാണ്, പറയാനുള്ളത് മുഴുവനും പറഞ്ഞ്. അങ്ങനെ ബാലൻ നേരെ വീട്ടിലേക്ക് ചെല്ലാട്ടോ.
അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മുടെ മീന എല്ലാവരും കൂടി ഇങ്ങനെ വരുവാണ് ഹാളിലേക്ക്. ബാലേട്ടൻ വന്നോ എന്നും ചോദിച്ചിട്ട്. അപ്പോഴാണ് ബാലൻ ഓടി വന്നിട്ട് ഇവിടെ ഗോമതിയോട് ചോദിക്കുകയാണ്, ഗോമതി ആകാശെങ്ങാനും വിളിച്ചിരുന്നോ? അവനെ ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ്, എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ. അപ്പോഴാണ് ശ്രീദേവി ഓടിക്കൊണ്ട് വരുന്നത് കേട്ടോ. ശ്രീദേവി ഉടനെ വെള്ളം കൊണ്ടുവന്ന് ബാലച്ചന് വെള്ളം ഇതാ കുടിക്കുന്നൊക്കെ പറഞ്ഞ് കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ അതൊക്കെ വാങ്ങി കുടിക്കുന്ന സമയത്ത് ഇവർ പറയുന്നുണ്ട്, മിത്ര അല്ല അവർ എന്താ അവർ വരുമല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. മീനാക്ഷി നിന്നെ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുക. മീനു വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു, അവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയാട്ടോ ഗോമതി. ഉടനെ തന്നെ നമ്മുടെ ശ്രീദേവി ഇടയ്ക്കേറി പറയാം, വിളിക്കുക മാത്രമേ ചെയ്തോളൂ, മെസ്സേജ് ഒക്കെ അയച്ചില്ലേ? പിന്നെ ഇവർ പെട്ടുപോയി. മെസ്സേജ് അയച്ചോ? അതേ അച്ഛാ, ദേ ചോദിച്ചു നോക്ക്, അമ്മയുടെയും ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ മിത്രയുടെ ഫോണിലേക്ക് അയച്ചത് കുറേ ഫോട്ടോസും അയച്ചു കൊടുത്തിരുന്നല്ലോ, അതൊക്കെ എന്താ പറയാത്ത നിങ്ങളെന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ തന്നെ ഉടനെ ബാലൻ ചോദിക്കുന്നുണ്ട്, ഫോട്ടോസോ? അപ്പോൾ അതൊക്കെ അയച്ചു അല്ലേ? എന്ത് ഫോട്ടോസാണ് അയച്ചത്? അപ്പം ഗോമതി പറയുന്നുണ്ട്, അവിടെ അവർ രണ്ടുപേരും കൂടെ നിൽക്കുന്നുള്ള ഫോട്ടോസുകളാ. അയ്യേ അല്ല അച്ഛാ, അങ്ങനെയല്ല, അവർ ബീച്ചിലൊക്കെ പോയി കറങ്ങി നടക്കുന്ന ഫോട്ടോസ് അയച്ചത്. അത് പറയേണ്ട കാര്യങ്ങൾ എന്താ ഇങ്ങനെ ഒളിച്ചു വെക്കണേ, നിങ്ങൾ അങ്ങോട്ട് പറ എന്നിങ്ങനെ പറയാട്ടോ ശ്രീദേവി. ഇത് കേട്ടിട്ട് ദേഷ്യം വന്ന് നിൽക്കുകയാണ് മിത്രയും അതുപോലെ തന്നെ ഗോമതി. ഇതെല്ലാം കണ്ടും കേട്ടും അവിടെ മാറി നിന്നിട്ട് ധർമ്മനാകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട്, അത് ശരി, അപ്പോൾ ബീച്ചിലൊക്കെ കറങ്ങി നടക്കാൻ അവരൊരു കുഴപ്പമില്ലല്ലേ? ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല. എടി, ഞാനേ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതുകൊണ്ട് ഞാൻ എന്താ വിചാരിച്ചത്, എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ എന്നും പറഞ്ഞ് ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് ഇവിടെ എല്ലാവരെയും വിളിച്ചു, കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഒരു വാക്ക് എന്നോട് പറയാൻ നിങ്ങൾക്കൊന്നും തോന്നിയില്ലല്ലേ? അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ശ്രീദേവി നോക്കുമ്പോൾ ഉടനെ ബാലൻ പറയാം, അല്ലെങ്കിലും ശ്രീദേവിക്ക് മാത്രമേ ഉള്ളൂ എന്നോട് എന്ത് കാര്യം തുറന്നു പറയണമെന്നുള്ളത്. ഗോമതി പോലെ ഇപ്പോൾ ഒരു കാര്യം എന്നോട് തുറന്നു പറയാറില്ല. ശ്രീദേവി മോളെ, നീ സത്യസന്ധയായിട്ടുള്ള കുട്ടിയാണ്, അതുകൊണ്ടാണ് നീ എല്ലാ കാര്യവും തുറന്നു പറയുന്നത്. ഇപ്പം ദേ ഈ കാര്യം, ബീച്ചിൽ പോയ കാര്യം നീ പറഞ്ഞല്ലേ ഇപ്പം അച്ഛൻ അറിഞ്ഞത്? മിത്രയുടെ ട്യൂഷൻ്റെ കാര്യം ആര് പറഞ്ഞറിഞ്ഞത്? നീ പറഞ്ഞല്ലേ ഞാൻ അറിഞ്ഞത് എന്ന് പറയണത് എല്ലാവരും ഞെട്ടിത്തരിച്ചു പോയി കേട്ടോ. ഇതിപ്പോൾ അച്ഛൻ എങ്ങനെ അറിഞ്ഞു എന്നുള്ളത് ഇപ്പോഴാണ് എല്ലാവരും അറിയണത്. മിത്രയ്ക്ക് ഇതുപോലൊരു ദേഷ്യമില്ല. അതുപോലെ തന്നെ ശ്രീദേവിയും പെട്ടുപോയി. അച്ഛൻ അങ്ങനെ പറയുന്ന ഒരിക്കലും വിചാരിച്ചില്ല. അല്ല അച്ഛാ, ഞാനങ്ങനെ മനഃപൂർവ്വം പറഞ്ഞതല്ല, എന്തോ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ അതങ്ങ് പറഞ്ഞതാ. എന്നാലും മോള് പറഞ്ഞത് ശരി തന്നെയാണ്, മോള് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞ് ശ്രീദേവിക്ക് സപ്പോർട്ട് കൊടുക്കാൻ കേട്ടോ ബാലൻ. അങ്ങനെ ശ്രീദേവിയെ സപ്പോർട്ട് ചെയ്തിട്ട് മറ്റുള്ള എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. അവനിങ്ങോട്ട് വന്നോട്ടെ, അവന് ഓരോ ജോലി ഞാൻ ഏൽപ്പിച്ചു, അതെന്തായെന്ന് ചോദിക്കാനോ പറയാനോ അവൻ ഫോണും സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട് ബീച്ചിലങ്ങ് കറങ്ങി നടക്കണം, അതിനൊന്നും ഒരു കുഴപ്പമില്ലല്ലേ? അല്ല ബാലേട്ടാ, അതിപ്പോൾ അവർ 2 ദിവസത്തേക്ക് പോയതല്ലേ, ഒന്ന് കറങ്ങി നടന്നു വെച്ച് എന്താ കുഴപ്പമെന്നോ? എന്നിട്ട് ഗോമതി, ഇനിയെങ്കിലും നീ എല്ലാ കാര്യങ്ങളും നീ എന്നോട് തുറന്നു പറയാൻ നോക്ക്. മറ്റുള്ളവർ പറഞ്ഞല്ല ഞാൻ അറിയേണ്ടത്, നീ പറഞ്ഞു വേണം ഓരോന്നും അറിയേണ്ടത്, മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ അങ്ങ് കയറി പോവാട്ടോ. അങ്ങനെ അയ്യോ അമ്മേ, ഞാനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്നും പറഞ്ഞുകൊണ്ട് ശ്രീദേവി ഒന്ന് പോടി എന്നും പറഞ്ഞുകൊണ്ട് മിത്രയെ വാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി വിളിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. ഇതിനിടയിൽ കൂടെ ആനന്ദ് വരുവാണ്. ആനന്ദേട്ടാ വന്നോ, ഞാൻ വെള്ളം എടുക്കാം എന്നും പറഞ്ഞ് ശ്രീദേവി പോവാണ്. അങ്ങനെ ആനന്ദിനെ മാറ്റി നിർത്തി ധർമ്മം പറയാണ്, ആനന്ദേ ഇവിടെ ആകെ പ്രശ്നമായിട്ടുണ്ട്, നിൻ്റെ ഭാര്യ ശ്രീദേവി എല്ലാം കുളവാക്കി. എന്താ അല്ല, അവളോട് നീ ഇനിയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, ആവശ്യത്തിനും അനാവശ്യത്തിലുള്ള കാര്യങ്ങളിലൊന്നും കയറി ഇടപെട്ട് കളയല്ലേ. ഈ അളിയൻ്റെ സ്വഭാവം നല്ലപോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്താ മാമ ഇന്നത്തെ പ്രശ്നം? പാവം പിടിച്ച ആകാശ് മീനാക്ഷി ഒരല്പം ഒന്ന് കറങ്ങാൻ കിട്ടിയ അവസരമല്ലേ, അവർ ബീച്ചിലെവിടെ പോയി കറങ്ങിയ ഫോട്ടോ എടുത്തിട്ടു. അത് ഇപ്പം മിത്രയുടെ ഫോണിൽ വന്നു, അത് ഇവർ ശ്രീദേവിയെ കാണിച്ചു. ശ്രീദേവി ഇത് തത്ത പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും അളിയൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അത് മതി ഇന്നത്തേക്കും. അതാണ്, അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശ്രീദേവിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന്. ശരി, അല്ലെങ്കിലേ ഈ വീട്ടിൽ എന്നും കുടുംബകലഹം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും എന്നിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മിത്രയും ഗോമതിയും കൂടെ മാറി നിന്ന് സംസാരിക്കുകയാണ്. എന്നാൽ ഇവളിത് എന്ത് പരിപാടിയാണ് കാണിച്ചത്? ഇനിയിപ്പോൾ പാവം മീനാക്ഷി ആകാശം വരുമ്പോൾ കണക്കിന് കിട്ടും, അതിനുള്ളതെല്ലാം നുണയും പറഞ്ഞ് കയറ്റി കൊടുത്തില്ലേ, ഇവളെ ഇനി എന്ത് ചെയ്യാൻ പറ്റും? കണ്ടോ, അതുമാത്രമല്ല അപ്പച്ച, ട്യൂഷൻ്റെ കാര്യം പോലും പറഞ്ഞു കൊടുത്തിരിക്കണ കണ്ടോ, ഇത് ആരാ പറഞ്ഞതെന്ന് പോലും നമുക്ക് മനസ്സിലായില്ല, ഇപ്പോഴല്ലേ പിടികിട്ടിയത്. അതെ, ഇവർക്കിത് എന്തിൻ്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ദേ വരുന്നുണ്ട് ശ്രീദേവി. അയ്യോ അമ്മയും ഇത്രയും കൂടെ ഇവിടെ മാറി നിന്ന് സംസാരിക്കുകയാണോ? ഞാൻ തുണിയെടുക്കാൻ വേണ്ടി ടെറസിൽ പോയതാ, ഞാൻ വിചാരിച്ച അവിടെ നിങ്ങൾ കാണുമെന്ന്, താഴെ വന്നപ്പോഴും കണ്ടില്ല, ഇവിടെ മാറി നിൽക്കുക. ഞങ്ങൾ മാറിയൊന്നും നിന്നതല്ല, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് നിൽക്കാറുണ്ട് എന്നിങ്ങനെ ഗോമതി പറയാട്ടോ. അപ്പോൾ തന്നെ ഉടനെ മിത്ര പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ശ്രീദേവി ചേച്ചി എന്ത് പണിയാണ് കാണിച്ചത്? അച്ഛനോട് ഇപ്പോൾ ഈ ബീച്ചിൽ പോയ കാര്യങ്ങളൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? അതെന്താ മിത്ര അങ്ങനെ? ബാലച്ചൻ അറിയണ്ടേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? എല്ലാ കാര്യങ്ങളും അറിയണം, അത് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടത് മാത്രം പറഞ്ഞാൽ മതി.
അല്ലെങ്കിൽ തന്നെ മീനുവും ആകാശവും കൂടെ വല്ലപ്പോഴും കിട്ടുന്ന ഒരു ഇതാണ്. അവരത് സന്തോഷത്തോടെ അടിച്ച് പൊളിക്കാൻ പോയത്. ഇത്ര വലിയ വിഷയമാക്കി അവിടെ പറയേണ്ട ആവശ്യം എന്താ? ഓ, എനിക്കതിന് പറ്റില്ല മിത്രേ. പാലച്ചനറിയാതെ ഒരു കാര്യവും ഞാൻ ചെയ്യത്തില്ല. അപ്പം മിത്രയ്ക്ക് ദേഷ്യം വരികയാണ്. അപ്പം മിത്ര പറയാണ്, ഞങ്ങളും അച്ഛൻ അറിയാതെ ഒരു കാര്യം ചെയ്യത്തില്ല. പിന്നെ ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ഇത്തിരി ആലോചിച്ചും കണ്ടും പറയേണ്ടി വരും, അത്രയേ ഉള്ളൂ. ഓ, എന്നിട്ടാണോ ട്യൂഷൻ്റെ കാര്യം നിങ്ങളൊന്നും പറയാതിരുന്നത്? അത് ഞങ്ങൾക്ക് പറയാൻ അറിയായിരുന്നു. ആര് പറഞ്ഞു ശ്രീദേവി ചേച്ചിയെടുത്ത് നേരിട്ട് കയറി അച്ഛനോട് പറയാനായിട്ട്? ഒരു കാര്യമില്ല, അത് എല്ലാത്തിലും കയറി അങ്ങ് ഇടപെട്ടോളൂ. ഞങ്ങൾക്കറിയാം എന്ത് വേണമെന്ന്. ശ്രീദേവി ചേച്ചിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഞാൻ ട്യൂഷൻ എടുക്കുന്ന കാര്യം എങ്ങനെയെങ്കിലും അച്ഛനോട് പറഞ്ഞ് സമാധാനിപ്പിക്കാം. ഓ, ട്യൂഷൻ എടുത്ത് കഴിഞ്ഞിട്ടാണോ മിത്രേ പറയണത്? അല്ല, ട്യൂഷൻ എടുക്കുന്നതിന് മുന്നേ പറയാൻ തന്നെയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ട്യൂഷൻ്റെ കാര്യം പറഞ്ഞ ഉടനെ കുട്ടികൾ ഇവിടെ പഠിക്കാൻ വന്നു തുടങ്ങിയില്ലേ, പിന്നെ അവരെ എങ്ങനെയാണ് പറഞ്ഞു വിടുന്നത്? അതുകൊണ്ട് ഒറ്റ ദിവസം രാവിലെ പറയാമെന്ന് കരുതിയത്. അതിനിടയ്ക്ക് ശ്രീദേവി ചേച്ചിക്ക് എന്ത് കാര്യം എൻ്റെ ട്യൂഷൻ്റെ കാര്യത്തിൽ കയറി ഇടപെട്ട് അച്ഛനോട് കൊളുത്തി കൊടുക്കാനായിട്ട്? പിന്നെ ഇപ്പോൾ അതേ ബീച്ചിലെ കാര്യം, അതൊക്കെ എന്തിനാണ് പറയാൻ പോയത്? എല്ലാത്തിനും ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ഇടിച്ച് കയറി അങ്ങോട്ട് വന്നോളും. ഇത്രയും പറയണമെന്ന്. ഓ, ശ്രീദേവി ഒരു കരച്ചിൽ അങ്ങോട്ട് കരയാൻ തുടങ്ങിയിട്ട് പൊട്ടി പൊട്ടി കരയുക. അങ്ങനെ ഓടി വന്നിട്ട് നമ്മുടെ ഗോമതി സമാധാനിപ്പിക്കുന്നുണ്ട്. മോളെ, നീ കരയല്ലേ, അവൾ വെറുതെ പറഞ്ഞതാ. വെറുതെ ഒന്നുമല്ല, ഞാൻ വലിഞ്ഞു കയറി ഇവിടെ വന്ന ഒരു മരുമോള. ആ രീതിയിലാണ് ഇവിടേക്ക് സംസാരം. ഇവിടുത്തെ മൂത്ത മരുമകളല്ലേ അമ്മേ, അച്ഛനോട് പറയേണ്ട കടമ എനിക്കില്ലേ? അതുകൊണ്ട് ഞാനിതൊക്കെ പറഞ്ഞു. സാരമില്ല മോളെ, അങ്ങനെ ഉദ്ദേശിച്ചല്ല അവൾ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് പൊട്ടി പൊട്ടി കരയാട്ടോ. എന്നിട്ട് ശ്രീദേവി പറയാം, മിത്രേ, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എത്രയൊക്കെയായാലും നിൻ്റെ ചേച്ചിയല്ല ഞാൻ, എൻ്റെ അനിയത്തിയുടെ പ്രായം പോലും ഇല്ല നിനക്ക്. എന്നിട്ടും നിൻ്റെ അടുത്ത് നിന്ന് ഞാനിതൊക്കെ കേൾക്കേണ്ടി വന്നല്ലോ. ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ എനിക്ക് മാപ്പ് താ മിത്രയെന്നും പറഞ്ഞുകൊണ്ട് കാലി തൊട്ട് തൊഴുവാട്ടോ. ഉടനെ മിത്ര, അപ്പച്ചി നോക്ക് എന്ന് പറയാം. അങ്ങനെ അപ്പച്ചി പോയി പിടിച്ച് മാറ്റുകയാണ്. എന്നിട്ട് കരയല്ലേ എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിച്ച് പറഞ്ഞു വിടണം കേട്ടോ. അപ്പോൾ മിത്രയ്ക്ക് ദേഷ്യം പിടിച്ച് വയ്യ. അപ്പം മിത്ര അമ്മയോട് പറയണ, അപ്പച്ചി ഞാൻ വെറുതെ പറഞ്ഞൊന്നുമില്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതാ. ഇവർക്ക് എന്തിൻ്റെ സുഖേടാ, ഇവരാണ് ഈ വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കണം, എടി നീ സമാധാനപ്പെട്, നീ അവളെ കണ്ടു പഠിക്കുക. അവളെല്ലാം കണ്ണീരും കരച്ചിലും കാണിച്ചാണ് എല്ലാ കാര്യങ്ങളും സാധിച്ചെടുക്കുന്നത്. കണ്ടോ, എല്ലാം കൂടെ നിന്ന് കേട്ടിട്ട് ബാലേട്ടനോട് സ്നേഹം നടിച്ചെല്ലാം പറയുകയും കള്ളക്കരച്ചിൽ കരയും ചെയ്യുന്നത് കണ്ടില്ലേ? നീയാണെങ്കിലോ ദേഷ്യം പിടിച്ച് നിൽക്കുന്നു. അങ്ങനെയല്ല വേണ്ടത്, നയത്തിൽ വേണം കൊണ്ടുപോകാൻ. എന്നെ കൊണ്ട് പറ്റില്ല അപ്പച്ചി, പറയേണ്ട കാര്യം എനിക്ക് മുഖത്ത് നോക്കി പറയാനേ അറിയോ. നീ അവളെ കണ്ട് പഠിക്കുക. ഇപ്പം തന്നെ അവളുടെ ആ കണ്ണീര് കണ്ടോ, കള്ളക്കരച്ചിൽ. ഈ കരച്ചിൽ ഇപ്പോൾ ബാലേട്ടൻ കണ്ടാലോ? കണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ അതിൽ അലിഞ്ഞു വീണ് നമ്മളെല്ലാവരും കുറ്റപ്പെടുത്തും, അതും അവളുടെ മുന്നിൽ വെച്ച്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഇനി മുന്നോട്ട് പോകാനായിട്ടെന്ന് മിത്രയ്ക്ക് ഉപദേശം കൊടുക്കട്ടെ ഗോമതി. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.